ഒരു സോളാർ പ്ലാന്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞ ഒരു 3 ലക്ഷം രൂപ വേണമെന്നായിരുന്നു എന്റെ ഒരു ചിന്ത. ഓക്കെ. പക്ഷെ നിങ്ങൾ പറയുന്നു 1,30,000 രൂപ. ഏകദേശം 1.25 ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒറ്റ പൈസയും മുടക്കണ്ട, സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഒരു സോളാർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കാൻ പറ്റും. മാസം എത്ര രൂപ അടവ് വരുമായിരിക്കും? 2,500 രൂപ താഴെയാണ് വരുന്നുള്ളൂ. പാനലിന് എത്ര വർഷം വാറണ്ടി? 30 കൊല്ലം വാറണ്ടി. അതായത് 30 വർഷം വാറണ്ടിയുള്ള പാനൽ ഇട്ട് തന്നെയാണ് നിങ്ങൾ 1,30,000 രൂപ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിസ്റ്റം നമ്മൾ ചെയ്യുന്നത്. സ്ട്രക്ചറിന് എക്സ്ട്രാ പേയ്മെന്റ് വേണം? ഇല്ല, സ്ട്രക്ചർ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. 78,000 രൂപ ഗവൺമെന്റ് സബ്സിഡി നമുക്ക് സോളാറിന് ലഭിക്കുന്നുണ്ട്. ബാക്കി 1,30,000 രൂപ നിങ്ങൾക്ക് EMI ഇടാൻ സാധിക്കും. മാസം 2,500 രൂപ. 2,500 താഴെ വരുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ സിസ്റ്റത്തിൽ വരെ 5 വർഷം ഇവർ ഫ്രീ സർവീസ്, അത് ഒരു വർഷം 3 സർവീസ് വെച്ച് ഇവർ ഫ്രീ നൽകുന്നുണ്ട്. 1 രൂപ കൈ വേണ്ട, 30 വർഷം വാറണ്ടി ഉള്ള ഈ ഒരു സോളാർ പാനൽ വെച്ച് നിങ്ങളുടെ വീട്ടിൽ കലക്കൻ ഒരു സിസ്റ്റം ഇവർ ചെയ്തു തരും. സോളാർ വെക്കുന്നത് വൻ നഷ്ടമാണ്, ആരും വെക്കരുത് എന്നൊക്കെയാണ് കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോളാർ വെക്കരുത് എന്ന് പറയുന്ന ഈ വീഡിയോസ് വരുന്നതൊക്കെ തീർത്തും വ്യാജമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന നിയമങ്ങൾ അതൊന്നും ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് KCRC ഒരു ഡ്രാഫ്റ്റ് ആണ് നമുക്ക് മുന്നിലേക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഗവൺമെന്റ് സബ്സിഡി തരുന്നുണ്ട്, 78,000 രൂപ നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ GST അളവ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 12% ആയിരുന്ന GST 5%ലേക്ക് മാറിയിട്ടുണ്ട്. നല്ല വ്യത്യാസവും വന്നിട്ടുണ്ട്. സോളാർ വെക്കുന്ന കാര്യം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. സോളാർ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സാധാരണക്കാരന് ഒരു സോളാർ ചെയ്യണമെങ്കിൽ എത്ര രൂപ കൈ വേണം? നമുക്ക് നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 കിലോവാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1.25 ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒറ്റ പൈസയും മുടക്കണ്ട, സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഒരു സോളാർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കാൻ പറ്റും. മാസം എത്ര രൂപ അടവ് വരുമായിരിക്കും? മാസം എനിക്ക് തോന്നുന്ന ഒരു 2,500 രൂപ താഴെയാണ് വരുന്നുള്ളൂ. ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾ തരേണ്ട, സീറോ ഡൗൺ പേയ്മെന്റ്, ഈവൻ വിത്തൗട്ട് എനി കൊളാട്രൽ നമുക്ക് ഒരു സോളാർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പാനലിന് എത്ര വർഷം വാറണ്ടി? 30 കൊല്ലം വാറണ്ടി. അതായത് 30 വർഷം വാറണ്ടിയുള്ള പാനൽ ഇട്ട് തന്നെയാണ് നിങ്ങൾ 1,30,000 രൂപ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിസ്റ്റം നമ്മൾ ചെയ്യുന്നത്. സ്ട്രക്ചറിന് എക്സ്ട്രാ പേയ്മെന്റ് വേണം? ഇല്ല, സ്ട്രക്ചർ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. എല്ലാം ഉൾപ്പെടെയാണ്. വേറെ കസ്റ്റമർ എക്സ്ട്രാ പേയ്മെന്റ് ഇതിന് വേണ്ടി നമുക്ക് നൽകേണ്ട ആവശ്യമില്ല. 78,000 രൂപ ഗവൺമെന്റ് സബ്സിഡി നമുക്ക് സോളാറിന് ലഭിക്കുന്നുണ്ട്. ബാക്കി 1,30,000 രൂപ നിങ്ങൾക്ക് EMI ഇടാൻ സാധിക്കും. മാസം 2,500 രൂപ. 2,500 താഴെ വരുന്നുള്ളൂ. 1 രൂപ കൈ വേണ്ട, 30 വർഷം വാറണ്ടി ഉള്ള ഈ ഒരു സോളാർ പാനൽ വെച്ച് നിങ്ങളുടെ വീട്ടിൽ കലക്കൻ ഒരു സിസ്റ്റം ഇവർ ചെയ്തു തരും. ഏറ്റവും കുറഞ്ഞ സിസ്റ്റത്തിൽ വരെ 5 വർഷം ഇവർ ഫ്രീ സർവീസ്, അത് ഒരു വർഷം 3 സർവീസ് വെച്ച് ഇവർ ഫ്രീ നൽകുന്നുണ്ട് അല്ലെ? 5 വർഷത്തേക്ക് നമ്മൾ ഫ്രീ ആണ്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഇൻ കേസ് സിസ്റ്റം എന്തെങ്കിലും ഓവർ വോൾട്ടേജോ KCBയുടെ ഭാഗത്ത് ഓവർ വോൾട്ടേജ് വന്ന് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മൾ സൈറ്റിൽ വന്ന് അത് ചെക്ക് ചെയ്ത് റെക്ടിഫൈ ചെയ്യും. അതിനൊന്നും കസ്റ്റമർ 1 രൂപ പോലും മുടക്കണ്ട. ഇത്രയും നല്ലൊരു ഓഫർ നമ്മുടെ കസ്റ്റമറിന് ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഓരോ ജില്ലകളിലും നമുക്ക് ഇതിനു വേണ്ടി സർവീസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ സോളാർ ചെയ്യുന്നവർക്ക് ഒരു പരക്കേ ഉള്ള ഒരു പ്രശ്നമാണ് കറണ്ട് പോകുന്ന പകൽ സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു സോളാർ കട്ടായി പോകും. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ഈ ഇരിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ വന്നത് ഓഫ് ഗ്രിഡ് പ്ലാന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൺ ഗ്രിഡ് വന്നു. ഓൺ ഗ്രിഡ് വന്നിട്ട് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൈബ്രിഡ് ആണ്. ഈ ഓൺ ഗ്രിഡിലുള്ളതാണ് ഹൈബ്രിഡ് വന്നിരിക്കുന്നത്. അതിൽ സ്ട്രിംഗ് ഇൻവെർട്ടർ ഉണ്ടായിരുന്നു ഓൺ ഗ്രിഡിൽ. അത് കഴിഞ്ഞ് മൈക്രോ ഇൻവെർട്ടർ വന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. പുതിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരു ഇൻവെർട്ടറിന്റെ പ്രൊവിഷൻ ഇടാറുണ്ട്. നമ്മളൊരു ബാക്കപ്പ് ഇൻവെർട്ടർ. നമുക്ക് ഈ ഹൈബ്രിഡ് വന്നതോടുകൂടി നമുക്ക് ഇൻവെർട്ടറിന്റെ പ്രൊവിഷൻ വേണ്ട. ഇപ്പോൾ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ സ്ട്രിംഗിലായിക്കോട്ടെ മൈക്രോയിലായിക്കോട്ടെ കറണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലെ കറണ്ടും നമുക്ക് സോളാറിലെ കറണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണുന്നതാണ് ബാറ്ററി. AC വർക്ക് ചെയ്യും ഈ ഒരു ബാറ്ററിയിൽ. എന്റെ ദൈവം, ഇത് നോക്കിക്കേ നിങ്ങൾ. ഇത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അപ്പോൾ വളരെ ചെറിയ ഒരു സ്പേസ് മതി ഇതിന്. വാൾ മൗണ്ടഡ് ആണ്. ഈ ഒരു ഇൻവെർട്ടറിൽ നമുക്കൊരു 10 ബാറ്ററി കൂടി നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മുടെ വാങ്ങിക്കുന്ന ബാറ്ററിക്ക് 5 വർഷമാണ് മാക്സിമം വാറണ്ടി. 10 കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടി. 10 വർഷം റീപ്ലേസ്മെന്റ്. ഓൺ ഗ്രിഡ് ചെയ്യുന്നതിന് KCBയുടെ ഒരു അനുവാദ പത്രം വേണം. ചില സ്ഥലങ്ങളിൽ നമുക്ക് KCBയുടെ അനുവാദം ഉണ്ടാവില്ല. കാരണം ആ ട്രാൻസ്ഫോമറിൽ നമ്മുടെ കപ്പാസിറ്റി തീർന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓൺ ഗ്രിഡ് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഹൈബ്രിഡ് ചെയ്യാം. ഹൈബ്രിഡ് ചെയ്തിട്ട് നമുക്ക് അത് ഓഫ് ഗ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യാം. 1 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി കൂടുന്ന സമയത്ത് നമുക്ക് ഇത് ഓൺ ഗ്രിഡിലേക്ക് ആക്കാം. ഓൺ ഗ്രിഡിലോട്ട് ആക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ബാറ്ററി കാണുമല്ലോ, നമ്മൾ ഹൈബ്രിഡ് ചെയ്ത് ആ ബാറ്ററി നമ്മൾ എന്ത് ചെയ്യും? ഇൻ കേസ് നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഇൻവെർട്ടർ ആക്കാം. അപ്പൊ നമ്മുടെ അഫ്ര ടീം ചെയ്ത ഒരു സോളാറിന്റെ ഒരു സിസ്റ്റത്തിന്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഒരു ഷെഡിന്റെ പുറത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സോളാറിന്റെ സിസ്റ്റത്തിന്റെ പുറത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്നുള്ളത് എനിക്ക് ക്വാളിറ്റി നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ പുറത്ത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ക്യാമറമാൻ ഉൾപ്പെടെ 4 പേരാണ് ഇതിന്റെ പുറത്ത് നിൽക്കുന്നത്. അതേപോലെ എനിക്കൊരു കാര്യം തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ ഓരോ ജോയിൻസും പക്കായിട്ട് തന്നെ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പൈപ്പിന്റെ എൻഡും ക്ലോസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. വെറുതെ ഒരു വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് മൈക്രോ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസ് വന്ന് ഈ ഹോൾസിലൂടെ വെള്ളം ഇറങ്ങി അല്ലെങ്കിൽ എയർ സർക്കുലേറ്റ് ചെയ്ത് റെസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെറ്റൽ പേസ്റ്റ് ഇട്ടിട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് അതിന്റെ മുകളിൽ നമ്മൾ
പെയിന്റ് അടിച്ചു കൊടുക്കും. സൺലൈറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് വാഷേഴ്സ് ഉണ്ട്. ഈ വാഷേഴ്സ് എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് നിയോപ്രിൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള നിയോപ്രിൻ വാഷേഴ്സ്. പൊടിഞ്ഞു പോകത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതിലും നിങ്ങൾ ഇതൊക്കെയാണോ യൂസ് ചെയ്യുന്നത്? ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ മെറ്റീരിയലോ എല്ലാം ഇപ്പോൾ ബഡ്ജറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 130 അപ്പോൾ എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം സെയിം തന്നെ. സോളാർ വെച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് കയറി അത് ക്ലീൻ ചെയ്യാന്നുള്ളത്. സർവീസ് പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് പാടായിരിക്കും ഇതിന്റെ പുറത്തേക്ക് കയറാനും. സംഭവം സ്ട്രോങ് ഒക്കെയാണ്, പക്ഷെ അവർ പ്രായം കൊണ്ട് തന്നെ പുറത്തേക്ക് കയറിയാൽ നമുക്ക് റിസ്ക് ആണ്. അപ്പൊ എന്താണ് നമുക്ക് അതിനോട് പരിഹാരം? നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റം ആണ്. ഓരോ പാനലിലും നമ്മൾ സ്പ്രിംഗ്ലർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് താഴെ നിന്ന് തന്നെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. സിസ്റ്റം ജസ്റ്റ് താഴെ നിന്ന് ഒരു സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിംഗ്ലർ വർക്ക് ആവും. ഈ സോളാർ വെക്കണ്ട, സോളാർ വെക്കുന്നതൊക്കെ ഭയങ്കര പണിയാണ്, ചെലവുള്ള കാര്യമാണെന്നൊക്കെ ഓർത്ത് ആ ഒരു ആഗ്രഹം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നവരാണെങ്കിൽ നേരെ നമ്മുടെ അഫ്ര എഞ്ചിനീയറിംഗിനെ വിളിച്ചാൽ മതി. കൂടാതെ തന്നെ റെഡി ക്യാഷ് എടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ EMI കൂടി നിങ്ങൾക്ക് സോളാർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് കേരളം ഫുള്ള് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഓൾ കേരള നമുക്ക് അവൈലബിൾ ആണ്. സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻസ് ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ ചെയ്യാത്ത ഏതെങ്കിലും പ്ലാന്റുകൾ, ഈ പ്ലാന്റുകളിൽ എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അവർക്ക് എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ നമ്പർ പലതവണ പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.